ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്ക് മദ്രസ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുത്താവുന്ന ഉലൂമുദ്ദീനിൻ്റെ 23ാമത്തെ പാഠഭാഗവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഹ്ദിന. അല്ലാഹുവേ, നീ ഞങ്ങളെ സന്മാർഗത്തിലാക്കണേ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു ഹൈറും മിനന്നൗം. അദാൻ മുഴങ്ങി. സിനാൻ ഉപ്പയോടൊപ്പം മസ്ജിദിലേക്ക് നടന്നു. ഇക്കാമത്ത് വിളിച്ചു. എല്ലാവരും സൊഫായി നിന്നു. നിസ്കാരം തുടങ്ങി. 2ാം റക്അത്തിലെ എഴുത്തിദാലിൽ ഇമാം കുനൂത്ത് ചൊല്ലി. അസ്സലാത്തു ഹൈറും മിനന്നൗം, സുബ്ഹിലെ ബാങ്കിൽ. അദാൻ എന്ന് പറഞ്ഞ ബാങ്ക് പ്രത്യേകമുള്ള വാചകമാണ് അല്ലേ. അസ്സലാത്തു ഹൈറും മിനന്നൗം. അപ്പോൾ ഇത് ഹർക്കത്തുകൾ നൽകി കൊടുക്കാൻ, വിട്ടഭാഗം പൂരിപ്പിക്കാൻ ഒക്കെ എക്സാമിന് വരാൻ മനസ്സിലാക്കാം. ഇത് ഏത് ബാങ്കിലാണ്? സുബ്ഹി ബാങ്കിലാണ്. അദാൻ ബാങ്കാണ്. അങ്ങനെ സിനാൻ ഉപ്പയോടൊപ്പം മസ്ജിദിൽ പോയതാണ്. അങ്ങനെ നിസ്കാരം ആരംഭിച്ചു. 2ാം റക്അത്തിൽ എഴുത്തിദാലിൽ ഇമാമ് കുനൂത്ത് ചൊല്ലി. സുബ്ഹി നിസ്കാരത്തിലാണ് കുനൂത്തുള്ളത്. അത് എപ്പോഴാണ്? 2ാം റക്അത്തിലെ എഴുത്തിദാലിലാണ്. അടയാളപ്പെടുത്തട്ട. 2ാം റക്അത്തിലെ എഴുത്തിദാലിലാണ് കുനൂത്ത്. എന്താണ് കുനൂത്ത്? അതാണ് നമ്മളിവിടെ താഴെ പഠിക്കുന്നത്. എല്ലാവരും ഈ പാഠത്തിൻ്റെ കൂടെ തന്നെ കുനൂത്ത് പഠിച്ചിരിക്കണം. നമുക്ക് വരും ക്ലാസ്സുകളിൽ നിന്നും കുനൂത്ത് പഠിക്കാൻ ഇനി അവസരങ്ങളില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കുക. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത് വഖിനാ ശർറ മാ ഖളൈത്. കൂടെ തന്നെ പറഞ്ഞ് പഠിക്കുക. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. പിന്നെ അത് 4ാം ക്ലാസ്സിലാണ് പിന്നെ നമുക്ക് പാഠഭാഗത്തിൽ ഇതിൻ്റെ അർത്ഥം പഠിക്കുന്നത്. അപ്പം അതിന് മുന്നേ ഹിഫ്ള് എക്സാമിനൊക്കെ ചോദ്യങ്ങൾ വരും കുനൂത്ത് പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത് വഖിനാ ശർറ മാ ഖളൈത്. ഇത് ഇമാമും മഅ്മൂമുമായിട്ടുള്ള ഒരു ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമ് പറയും. ഇമാമ് പറയുന്നത് മഅ്മൂമ് കേൾക്കും. അവർ അവസാനം എല്ലാവരും കൂടി ഒരുമിച്ച് ആമീൻ പറയും. എല്ലാവരും ആമീൻ പറഞ്ഞു ശേഷം ഇമാമോടുകൂടെ കുനൂത്തിലെ തനാ ചൊല്ലി. അപ്പോൾ കുനൂത്ത് 3 ഭാഗങ്ങളായിട്ടാണ് നമുക്കിവിടെ വന്നത്. അത് കുനൂത്തിൻ്റെ 1ാമത്തെ ഭാഗം. അപ്പോൾ അത് ഇമാമ് ചൊല്ലിയപ്പം എല്ലാവരും ആമീൻ പറഞ്ഞു. പിന്നെ തനാ, അതെല്ലാവരും ഒരുമിച്ച് കൂടി പറഞ്ഞു. ഫ ഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക് വ ഇന്നഹു ലാ യസില്ലു മൻ വാലൈത് വലാ യഅ്സു മൻ ആദൈത് തബാറകത റബ്ബനാ വതആലൈത് ഫലക്കൽ ഹംദു അലാ മാ ഖളൈത് നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. എല്ലാവരും കൂടിയിട്ടാണ് തനാ ചൊല്ലിയത്. ഇനി അടുത്തത് സ്വലാത്താണ്. ശേഷം സ്വലാത്ത് ചൊല്ലി. വസല്ലല്ലാഹു തആല അലാ ഖൈരിൽ കി സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം റബ്ബിഗ്ഫിർ വർഹം വ അൻത ഖൈറുർ റഹീമീൻ. എല്ലാവരും ആമീൻ പറഞ്ഞു. നിസ്കാര ശേഷം ദിക്റുകൾ ചൊല്ലി ഇമാം ദുആ ചെയ്തു. അസ്സലാത്തു ഹൈറും മിനന്നൗം. നിസ്കാരം ഉറക്കിനേക്കാൾ ഉത്തമമാണ്. സുബ്ഹിൻ്റെ അദാനിൽ പറയുന്നതിൻ്റെ അർത്ഥം നിസ്കാരം ഉറക്കിനേക്കാൾ ഉത്തമമാണ്. നിസ്കാരത്തിലേക്ക് വരൂ എന്നാണ് വിളിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കട്ടോ. അപ്പം ഇത്രയാണ് പാഠം. ഇതിൽ എപ്പോഴാണ് കുനൂത്ത് ചൊല്ലേണ്ടത്, ഏത് നിസ്കാരത്തിലാണ് കുനൂത്ത്, കുനൂത്തിൻ്റെ 3 ഭാഗങ്ങൾ, അത് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും, പറഞ്ഞു കൊടുക്കാൻ വരും. സുബ്ഹി നിസ്കാരത്തിൽ നമുക്ക് ചൊല്ലേണ്ടതാണ് കുനൂത്ത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കുക. നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. വർക്കിൽ ആദ്യം നജ്ബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. സുബ്ഹ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എഴുതുക. എന്താണ് സുബ്ഹി നിസ്കാരത്തിൻ്റെ നിയ്യത്ത്? നമ്മൾ പാഠഭാഗത്തിൽ ഇശായിൻ്റെ നിയ്യത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിസ്കാരത്തിൻ്റെ പേരും റക്അത്തുകളുടെ എണ്ണവും മാറ്റിയാൽ മതി. ഉസല്ലി ഫർള സ്വലാത്തിൽ ഇശാഇ എന്നാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ ഉസല്ലി ഫർള സ്വലാത്തിൽ സുബ്ഹി
അർബ റക്കായത്തി എന്നുള്ളിടത്ത് റക്കായത്തൈനി 2 റക്കായത്ത്. അപ്പോൾ ഉസല്ലി ഫർള സ്വലാത്തി സുബ്ഹി റക്കായത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ കിബ്ലത്തി അദാ ലില്ലാഹി തആല മഅൽ ഇമാമി. മനസ്സിലാക്കിയിട്ട് എഴുതുക അവിടേക്ക്. ഉസല്ലി ഫർള സ്വലാത്തി സുബ്ഹി റക്കായത്തൈനി. അപ്പോൾ ഇവിടെ സുബ്ഹി റക്കായത്തൈനി എന്നതാണ് ഇവിടെ പ്രത്യേകം ഉൾപ്പെടുത്തേണ്ടത്. ബാക്കി മുത്തവജ്ജിഹൻ ഇലൽ കിബ്ലത്തി അദാ ലില്ലാഹി തആല മഅൽ ഇമാമി. അർത്ഥം മനസ്സിലാക്കിയാലോ? സുബ്ഹ് എന്ന ഫർള് നിസ്കാരം 2 റക്കായത്ത് കിബിലേക്ക് തിരിഞ്ഞ് ഇമാമോട് കൂടി അദാ ആയി അല്ലാഹു തആലാക്ക് ഞാൻ നിസ്കരിക്കുന്നു. അപ്പോൾ അത് അർത്ഥവും മനസ്സിലാക്കുക. അപ്പോൾ അതോടെ ഞാൻ എഴുതി കാണിക്കാം. ഒന്ന് തെറ്റില്ലാതെ എല്ലാവരും എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം, സുബ്ഹിൻ്റെ അദാനിൽ പ്രത്യേകം പറയുന്ന വാചകം എഴുതുക. ഏതായിരുന്നു? അസ്സലാത്തു ഖൈറും മിനൻ നൗം. സുബ്ഹിൻ്റെ അദാനിൽ പ്രത്യേകം പറയുന്ന വാചകമാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം. അടുത്ത ചോദ്യം, സുബ്ഹ് നിസ്കാരത്തിൽ കുനൂത്ത് ഓതേണ്ടത് എപ്പോഴാണ്? മഴപ്പെടുത്തിയിരുന്നു അല്ലേ? 2-ാം റക്കായത്തിലെ എഴുത്തിദാലിൽ ഇമാം കുനൂത്ത് ചൊല്ലിയെന്ന്. അപ്പോൾ 2-ാം റക്കായത്തിൽ എഴുത്തിദാലിന് ശേഷമാണ്. 3-ാമത്തെ ചോദ്യം, 2-ാം റക്കായത്തിൽ എഴുത്തിദാലിന് ശേഷമാണ് കുനൂത്ത് ഓതേണ്ടത്. കുനൂത്ത് 3 ഭാഗങ്ങൾ. കുനൂത്തിൻ്റെ 3 ഭാഗങ്ങൾ എഴുതുക. അവിടെ പാഠഭാഗത്തിൽ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 1 എന്നുള്ളിടത്ത് 1-ാമത്തതും, 2 എന്നിടത്ത് 2-ാമത്തതും, 3 എന്നിടത്ത് 3-ാമത്തതും പാഠഭാഗത്ത് നോക്കിയിട്ട് വ്യക്തമാക്കി എഴുതി പഠിക്കുക. ഇനി ഇവിടെ വിട്ട ഭാഗം പൂർത്തിയാക്കി കൊടുക്കണം. കുനൂത്തിൽ നിന്ന് വന്നതാണ്. അല്ലാഹുമ്മ ഹ്ദിന ഫീമൻ ഹദൈത് വബാരിക് ലനാ ഫീമാ അഅ്തൈത് തബാറകത റബ്ബന വതആലൈത്. അപ്പോൾ ഇതൊക്കെ എക്സാമിന് വരുന്നത് തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് മനസ്സിലാക്കി പഠിക്കണം. 1-ാമത്തത് അല്ലാഹുമ്മ ഹ്ദിന ഫീമൻ ഹദൈത്, ഫീമൻ എന്നത്. അടുത്തത് വബാരിക് ലനാ ഫീമാ അഅ്തൈത്, വബാരിക് ലനാ ഫീമാ അഅ്തൈത്. അടുത്തത് തബാറകത റബ്ബന വതആലൈത്. അപ്പോൾ ഈ വന്നതല്ലാതെ നമുക്ക് മറ്റു വേർഡ്സുകൾ വരാം. വഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക്, ഫലക്കൽ ഹംദു അലാ മാ ഖളൈത് ഒക്കെ മാറി വരാം. മനസ്സിലായില്ലേ? വതവല്ലന ഫീമൻ തവല്ലൈത്. അപ്പോൾ ഏത് വന്നാലും നമുക്ക് എഴുതാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പാഠഭാഗത്തിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കി പഠിച്ചിരിക്കണം. അടുത്തത് എന്താണ്? മാച്ച് ചെയ്യാനാണ് വന്നത്. വാഫിന ഫീമൻ ഓഫൈത്. അപ്പോൾ സി. വതവല്ലന ഫീമൻ തവല്ലൈത് എ. വക്കിന ഷർറമാ ഖളൈത്, വക്കിന ഷർറമാ ഖളൈത്. അപ്പോൾ അതിൻ്റെ ബി. അപ്പോൾ ഇതുപോലെ മുകളിൽ തന്നത് അല്ലാഹുമ്മ ഹ്ദിന ഫീമൻ ഹദൈത്, അങ്ങനെ മാറി വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിൽ തന്നത് ഇതേപോലെ മാച്ച് ചെയ്യാനും തരാം. അങ്ങനെയൊക്കെ വരാം. മനസ്സിലാക്കി പഠിക്കുക. കുനൂത്തിൻ്റെ 3 ഭാഗങ്ങൾ പറഞ്ഞില്ല. 1 ഇതാണ് 1-ാമത്തെ ഭാഗം. 2-ാമത്തത് 2 3 അവസാനം സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതാണ് 3-ാമത്തെ ഭാഗം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് 23-ാമത്തെ പാഠമായ അല്ലാഹുമ്മ ഹ്ദിന എന്ന പാഠത്തിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമാണ് വരുന്നത്. നമ്മൾ ചോദ്യപേപ്പറുകൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാനുള്ള ചോദ്യപേപ്പറുകളുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലായിട്ട് വീഡിയോ അപ്ലോഡാക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് നന്നായി മനസ്സിലാക്കി പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പഠിച്ചതൊക്കെ ഓർമ്മയിൽ വരാനൊക്കെ അള്ളാഹു നല്ല ഓർമ്മശക്തിയൊക്കെ എല്ലാവർക്കും തരട്ടെ. അപ്പോൾ എല്ലാവരും പരസ്പര ദുആയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.